ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ എഫ് ലേഖന പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞൊരു വർഷം ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് കർത്താവ് പല രീതികളിൽ നമ്മെ സഹായിച്ചു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2026 കർത്താവിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവസന്നദ്ധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരാം. എഫ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ചത്. അതിനകത്ത് 7-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. ദൈവം തൻ്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 8, 9, 10 വാക്യങ്ങളാണ് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെയാണ്: അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഈ വാക്യങ്ങളിൽ സഭയ്ക്ക് ഈ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യത്തെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. പഴയ നിയമത്തിൽ ആ ഭാഗം നമ്മൾ കാണുന്നത് സങ്കീർത്തനങ്ങൾ 68-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിലാണ് നമ്മളങ്ങനെ കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. അപ്പം ഇവിടെയും എന്താണ്? നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് നമ്മളിവിടെ വായിക്കുന്നു. അതേ കാര്യം തന്നെയാണ് എഫ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്: അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്ന ഒരു പ്രസ്താവന, അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്താണ്? കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പോൾ നോക്കൂ, ഈ കൃപാവരങ്ങൾ ദൈവം സഭയ്ക്ക്, അല്ലെങ്കിൽ കർത്താവായ യേശു സഭയ്ക്ക് കൊടുക്കാനായിട്ട് അവൻ ഉയരത്തിലേക്ക്, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ, കൃപാവരങ്ങളെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസോട് ഉപയോഗിക്കുന്ന കാര്യം ഇതാണ്: അവൻ കയറി എന്ന് പറയുന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അപ്പം അവിടെ പറയുന്നത് അവൻ ഉയരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നാണ് അർത്ഥം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു അവൻ ഉയരങ്ങളിലേക്ക് കയറുന്നതിന് മുൻപ് അവൻ എന്ത് ചെയ്തു? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് രണ്ടും അതിൻ്റേതായിട്ടുള്ള ആധികാരികതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ടു ദ ലോവർ പാർട്ട് ഓഫ് എർത്ത്, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്, ഭൂമിയുടെ താണഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നാമത്തത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന ആ ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം അവൻ ദൈവമായിരുന്നു.
ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദ വേർഡ് വാസ് ഗോഡ്. വചനം ദൈവം തന്നെയായിരുന്നു. എന്നിട്ട് 14-ാം വാക്യത്തിൽ വരുമ്പോൾ ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു ക്രിസ്തു. അപ്പം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ് യേശു ആരായിരുന്നു? അവൻ ദൈവമായിരുന്നു. ദൈവമായിരുന്നവൻ അവൻ എവിടെയായിരുന്നു വസിച്ചിരുന്നത്? അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ വസിച്ചിരുന്ന ആ കർത്താവിനെ കുറിച്ച് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവരൂപത്തിലിരിക്കെ, യേശു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. അപ്പോൾ അവന് ദൈവത്തോട് എന്തുണ്ടായിരുന്നു? സമത്വം ഉണ്ടായിരുന്നു. ഈക്വാലിറ്റി വിത്ത് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഈസ് ഈക്വൽ ടു ഗോഡ്. അവൻ ദൈവം തന്നെയായിരുന്നു. ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു. പക്ഷെ അത് മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹി മെയ്ഡ് ഹിംസെൽഫ് എ സെർവൻറ്റ്. അപ്പം അവൻ ദൈവമായിരുന്നെങ്കിലും അവൻ സ്വയം ആരായിട്ട് മാറി? ഒരു ദാസനായിട്ട് മാറി. എന്നിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി. അവൻ ദൈവരൂപത്തിലായിരുന്നു, പക്ഷെ അവൻ മനുഷ്യ സാദൃശ്യത്തിലേക്ക് മാറി. തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ ശൂന്യനാക്കി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഈ സഭയ്ക്ക് കൃപാവരങ്ങൾ നൽകാനായിട്ട് കർത്താവ് ആദ്യം ചെയ്തത്, അവൻ സ്വർഗത്തിലായിരുന്നവൻ ആ സ്വർഗത്തിലെ ആ ഉന്നതമായിട്ടുള്ള അവസ്ഥകളെ വിട്ട് അവൻ ഈ താണഭൂമിയിലേക്ക് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം സ്വർഗത്തിൽ അത്യുന്നതനായിരുന്ന കർത്താവ് അവൻ ആ ഉന്നതമായിട്ടുള്ള അവസ്ഥ വിട്ട് അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിന്? നമ്മെ വീണ്ടെടുത്ത് സഭയാക്കുവാനും ആ സഭയ്ക്ക് കൃപാവരങ്ങളെ നൽകുവാനുമായിട്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നു. എന്നാൽ ആ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ഉയരത്തിലേക്ക് കയറിയെന്ന് നമ്മൾ വായിക്കുന്നത്. അതാണ് എഫേസ്യത്തിൽ പറഞ്ഞത്, അവൻ കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ല ഒന്ന്. കാരണം അതിൻ്റെ ഫിലിപ്പ് ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പം യേശു ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് കയറി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ താഴേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ്. അപ്പം അവൻ ആദ്യം ഉയരത്തിലായിരുന്നു, ഉന്നതനായിരുന്നു. ആ ഔന്നത്യം വിട്ട്, ആ ഉയരം വിട്ട് അവൻ എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വീണ്ടും എന്ത് ചെയ്തു? ഉയർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ 1-ാമത്തെ തലം എന്ന് പറയുന്നത്. അപ്പം കർത്താവ് സഭയ്ക്ക് കൃപാവരങ്ങളെ തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കൃപാവരങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനു വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി എന്നുള്ളത് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഓക്കെ, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ അവസാനം വരുമ്പോൾ പറയാം. ഈ താഴ്ത്തി എന്നുള്ളതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ വരുമ്പോഴേക്കും നമ്മൾ കാണും. ഓക്കെ, ഇനി രണ്ടാമത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം കർത്താവ് സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ ആ സ്വർഗത്തിലെ മഹിമകളൊക്കെ വെടിഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി വന്നു, ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ തന്നെ താഴ്ത്തിയ കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. എന്നാൽ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി അവൻ മരിച്ചു. ക്രൂസിൽ അവൻ എന്ത് ചെയ്തു? മരിച്ചു. ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ നമ്മൾ വായിച്ചു, അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. മറക്കരുത്. ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കർത്താവ് മരിച്ചു എപ്പോൾ? ക്രൂസിൽ അവൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, സുവിശേഷങ്ങളെ വായിക്കുന്നത്, അവനെ അവർ അടക്കി.
അപ്പം ശരീരം ഇപ്പം എവിടെ ഇരിക്കുകയാണ്? കല്ലറയിലിരിക്കുക. ശരീരം കല്ലറയിലിരിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് ആ സമയത്ത് എവിടെയായിരുന്നു? അപ്പോൾ നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സമയത്ത് എന്താണ്? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നെടുത്തോട്ട്, ഒരു മിനിറ്റ്, ഞാനത് അതായത് കർത്താവ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഏത് സുവിശേഷത്തിലാണ് എന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ പറയാം. ഓക്കെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ആ ഭാഗം ഉള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമുണ്ട്. അപ്പം എന്താണ്, നമ്മൾ അതിൻ്റെ 11-ാം വാക്യം തൊട്ട് 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ ആ സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പം മഗ്ദലക്കാരത്തി മറിയ കല്ലറക്കലെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് എന്താണ്, പുറകിൽ നിന്ന് യേശു കടന്നു വന്നിട്ട് എന്താണ്, അപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ യേശു നിൽക്കുന്നത് കണ്ടു. പക്ഷേ യേശു എന്നവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ സംഭാഷണം നമുക്കറിയാം. അവസാനം 16-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവളോട് പറയുകയാണ്, മറിയേ എന്ന് വിളിച്ചു. അപ്പം ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായത് യേശു ആണെന്ന്. ഉടനെ അവൾ റബ്ബൂനി എന്ന് വെച്ചാൽ ഗുരു എന്ന് വിളിച്ചിട്ട് അവനെ നമസ്കരിക്കാനായിട്ട് അല്ലെങ്കിൽ അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ 17-ാം വാക്യത്തിൽ യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ അവൾ യേശുവിനെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനോ കാലിൽ പിടിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ കാലിൽ കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിച്ച സമയത്തായിരിക്കും യേശു പറഞ്ഞത്. 17-ാം വാക്യത്തിൽ പറയുകയാണ്, യേശു അവളോട് എന്നെ തുടരുത്. എന്തുകൊണ്ട്? ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. അപ്പം യേശു പറയാണ്, മരിച്ചിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പം ഈ 3-ാമത്തെ ദിവസം കർത്താവ് പറയുകയാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ക്രൂശിൽ വച്ച് യേശു മരിച്ച് അവൻ്റെ ശരീരം കല്ലറയിലിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ലെന്ന്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവൻ എവിടെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ എന്താണ്, പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 18 മുതൽ നമുക്ക് വായിക്കാം. 18-ഉം 19-ഉം വാക്യങ്ങൾ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇവിടെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവ് ആ തടവിലുള്ള ആത്മാക്കളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതോടുകൂടെ അവൻ്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ തീർന്നെങ്കിലും അവൻ്റെ ശുശ്രൂഷ അവിടെ തീർന്നില്ല. മരിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ദിവസങ്ങളുടെ ഇടയ്ക്കുള്ള സമയം അവൻ എവിടേക്ക് ചെന്നു? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ആരാണുള്ളത്? പഴയ നിയമകാലത്ത് മരിച്ച വ്യക്തികൾ അവിടെ ഉണ്ട്.
അപ്പം അവരുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. നോക്കിക്കേ, ഇതിനോട് ചേർന്ന് നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങളോട് ഒന്ന് ചിന്തിക്കണം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ക്രൂസിൽ നടന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 14-ഉം 15-ഉം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂസിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പം ഈ മരിച്ചവരെ പിടിച്ചു വച്ചിരുന്ന, മരിച്ച വിശുദ്ധന്മാരെ പിടിച്ചു വച്ചിരുന്ന മരണത്തിൻ്റെ ഒരു വാഴ്ചയും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രൂസിൽ യേശു മരിച്ചതോടുകൂടെ അവരെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പം യേശു മരിച്ചപ്പോൾ ആ മരണത്തിൻ്റെ അധികാരിയായിരുന്ന, മരിച്ചവരെ തൻ്റെ അധികാരത്തിന് കീഴിൽ വച്ചിരുന്ന ആ പിശാചിൻ്റെ അധികാരങ്ങളെ യേശു മാറ്റി, അതിനെ നീക്കി. അവയെ ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി യേശു മരിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാര്യം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങൾ, 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഇനി ശ്രദ്ധിക്കണം, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അപ്പം യേശു മരിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇവിടെ പറയുകയാണ്. നിദ്ര പ്രാപിച്ച് കല്ലറകൾ തുറന്നു. കല്ലറകൾ തുറന്നു. അപ്പം കല്ലറ എന്ന് പറയുന്നത് ആ മരിച്ചവരെ അടക്കി വച്ചിരുന്ന സ്ഥാനമായിരുന്നു എന്ത്? കല്ലറ. പക്ഷെ യേശുവിൻ്റെ മരണത്തിലൂടെ ആ കല്ലറകൾ തുറക്കപ്പെട്ടു. എന്ന് വെച്ചാൽ മരണത്തിൻ്റെ അടിമത്വത്തിലായിരുന്ന, മരണം പിടിച്ചു വച്ചിരുന്ന വിശുദ്ധന്മാർ, ഏത് വിശുദ്ധന്മാർ? പഴയ നിയമ വിശുദ്ധന്മാർ. അവർക്ക് മരണത്തിൻ്റെ അടിമത്വം അവരുടെ മേൽ നിന്ന് മാറിപ്പോയ, മരണത്തിൻ്റെ അധികാരം അവരുടെ മേൽ നിന്ന് മാറിപ്പോയ, അതാണ് കല്ലറകൾ തുറന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം യേശു മരിച്ചപ്പോൾ കല്ലറകൾ തുറന്നു. എന്നിട്ടോ ആ തുറക്കപ്പെട്ട കല്ലറ അവിടെ നിൽക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കല്ലറകൾ തുറന്നിരിക്കുമ്പോൾ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ യേശു ആത്മാവിൽ എവിടേക്ക് ചെല്ലുന്നു? ആ മരിച്ചവരുടെ ലോകത്തിലേക്ക് ചെല്ലുന്നു. ചെന്ന് അവിടെയുള്ളവരോട് താൻ പ്രസംഗിക്കുന്നു. എന്നിട്ട് അവിടെ ബദ്ധന്മാരായിട്ട്, മരണത്തിൻ്റെ ബദ്ധന്മാരായിട്ട്, മരണത്തിൻ്റെ അടിമകളായിട്ട്, ബദ്ധന്മാർ എന്ന് പറയുമ്പോൾ ബോണ്ടേജിൽ അടിമകളായിട്ട് കിടക്കുന്നവർ എന്നർത്ഥം. ആ മരണത്തിൻ്റെ അടിമകളായിട്ട് കിടക്കുന്നവരെ പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഉയരത്തിലേക്ക് കയറി. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണ്. അപ്പം ആ മരിച്ച പഴയ നിയമ വിശുദ്ധന്മാരെ അവൻ എന്ത് ചെയ്തു? അവരെ പിടിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കയറി. അപ്പം അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. കല്ലറകൾ തുറന്നു. എന്നിട്ട്
നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. മലയാളത്തിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നതെങ്കിലും അത് ശരിയായിട്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ നഗരത്തിൽ ചെന്ന് അനേകർക്ക് പ്രത്യക്ഷനായെന്ന്. കാരണം 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. അപ്പം ആദ്യം ഉയർത്തെഴുന്നേറ്റത് ആരാണ്? ക്രിസ്തുവാണ്. അപ്പം അവൻ മരിച്ചപ്പോൾ കല്ലറകൾ തുറക്കപ്പെട്ടു. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിനോട് കൂടെ ആ പഴയ നിയമ വിശുദ്ധന്മാരെയും അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പ്. അവനാണ് ആദ്യ ഫലം. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് കൂടെ ചേർന്ന് അവൻ പഴയ നിയമ വിശുദ്ധന്മാരെയും അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാണ് അവിടെ വായിച്ചത്. ആ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. അപ്പം യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വിശുദ്ധ നഗരത്തിൽ, അതായത് യെരുശലേമിൽ പ്രത്യക്ഷനായത് യേശു മാത്രമല്ല, മരിച്ച പല പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് അവിടെ പ്രത്യക്ഷമായി. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം യേശു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷമായത്. യേശു മാത്രമായിരുന്നു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷമായതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് ശിഷ്യന്മാർക്ക് എന്തെങ്കിലും ഹാലൂസിനേഷൻ ഉണ്ടായതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരിക്കും. കാരണം കർത്താവ് നേരത്തെ ഉയർത്തെഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടായെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ പഴയ നിയമവിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആരും കാത്തിരുന്നിട്ടില്ല. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് പഴയ നിയമവിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് അവിടെ പ്രത്യക്ഷമാകുമ്പോൾ അത് 2 കാര്യങ്ങളാണ് അവിടെ തെളിയിക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സത്യമാണ്, അവൻ യാഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ആ 1-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി. 2, യേശുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും മാനവജാതിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം കൊണ്ടല്ല ഇത് സ്ഥാപിക്കപ്പെട്ടത്. ദൈവം അതൊന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മരിച്ച പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരെയും ഉയർപ്പിച്ച് അവർ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഇതാണ് അവൻ. എന്താ നമ്മൾ പറഞ്ഞത്? കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങി എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഉയരത്തിലേക്ക് കയറി. അപ്പം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ഏകദേശം 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ചതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 9 തൊട്ട് 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. നോക്കൂ, അപ്പം യേശു ഇവിടെ ആ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയാണ്. അപ്പം കർത്താവിൻ്റെ മരണം മുതൽ അവൻ്റെ സ്വർഗാരോഹണം വരെയുള്ള ചില സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പം ഇതാണ് എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. എന്ത്? അവൻ ഉയരത്തിൽ കയറി, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അപ്പം കൃപാവരങ്ങളെ സഭയ്ക്ക് കൊടുക്കാനായിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവൻ
ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവൻ അങ്ങനെ വെറുതെ പോവുകയല്ല ചെയ്ത്, പോകുന്നതിന് മുൻപ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ? നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവമായിരുന്നവൻ, സ്വർഗത്തിൽ ഉന്നതനായിരുന്നവൻ ആ ഔന്നത്യം വിട്ട് നമ്മെ തേടി ഒരു മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഈ താഴ്ന്ന ഭൂമിയിലേക്ക് അവൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അവൻ മരണത്തോളം, ക്രൂസിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായിരുന്നു. അവൻ ഭൂമിയുടെ താഴ്ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി വന്നു. മരണത്തിന് ശേഷവും അവൻ ആത്മാവിൽ വീണ്ടും താഴേക്ക് പോയി. എവിടേക്ക്? മരണത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ആത്മാക്കൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ അധോഭാഗങ്ങളിലേക്ക് വീണ്ടും അവൻ ഇറങ്ങി. ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് അവൻ അവരോട് സുവിശേഷം പ്രഖ്യാപിക്കുകയും ആ പഴയ നിയമ വിശുദ്ധന്മാരെ മരണത്തിൻ്റെ ബദ്ധന്മാരായിട്ട്, മരണത്താൽ ബന്ധിക്കപ്പെട്ടവരായിട്ട്, മരണത്തിൻ്റെ അടിമകളായിട്ട് കിടന്നിരുന്ന ആ പഴയ നിയമ വിശുദ്ധന്മാരെ ആ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ഒക്കെ പിടിയിൽ നിന്ന്, മരണാധികാരിയായിരുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടുവിച്ച് രക്ഷിച്ച് അവരെയും കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഉയരങ്ങളിലേക്ക് കയറി. എന്നിട്ട് പറയുക, അങ്ങനെ ആണ് അവൻ സഭയ്ക്ക് കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്തിനാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പം യേശുവിൻ്റെ ജീവിതത്തിലെ ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്? മറ്റൊരു വിഷയങ്ങളും കൊണ്ടുവരാതെ ഈ ഒരു കാര്യം എന്തിനാണ് പൗലോസ് അവിടെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, പൗലോസ് അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കിയത് ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ട്. എല്ലാവർക്കും ഒരേ കൃപാവരമല്ല കർത്താവ് കൊടുത്തിരിക്കുന്നത്. എനിക്കുള്ള കൃപാവരമല്ല ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. കൃപാവരങ്ങളിൽ വൈവിധ്യങ്ങളുണ്ട്. എന്നാൽ ഈ വിവിധ കൃപാവരങ്ങളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരേ കർത്താവാണ്. എന്ന് മാത്രമല്ല, ആ കൃപാവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് വില കൊടുത്തത് കർത്താവാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ 21 ദിവസം ഉപവസിച്ച് 40 ദിവസം ഉപവസിച്ച് ഒക്കെ നേടിയെടുത്ത കൃപാവരമാണ്. നോ, നെവർ. കൃപാവരങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് വില കൊടുത്തത് നമ്മളല്ല, കർത്താവാണ് വില കൊടുത്തത്. അതുകൊണ്ട് എനിക്കുള്ള കൃപാവരത്തിൽ എനിക്കൊരിക്കലും അഹങ്കരിക്കാൻ അനുവാദമില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ, ഞാൻ വിശുദ്ധ ജീവിതം നയിച്ച് നേടിയെടുത്തതാ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാ. നോ, നെവർ. നിനക്കൊരിക്കലും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അതിന് വില കൊടുത്തത് ആരാ? കർത്താവാണ് വില കൊടുത്തത്. അപ്പം എത്ര കൃപാവരങ്ങൾ നമുക്കുണ്ടോ അതിനനുസരിച്ച് നമ്മൾ താഴ്മയുള്ളവരായിട്ട് മാറണം. ചിലപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുക, നിങ്ങളാരെങ്കിലും എനിക്ക് എല്ലാ മാസവും ഒരു 20,000 25,000 രൂപ വെച്ച് എനിക്ക് തരികയെന്ന് വെച്ചോ. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തരിക. 25,000 രൂപ വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അതിൻ്റെ അഹങ്കാരം കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം അതാര് തന്നതാ? നിങ്ങളെനിക്ക് സൗജന്യമായിട്ട് തന്നതാ. അപ്പം കൃപാവരം നമുക്ക് ലഭിക്കാനായിട്ട് വില കൊടുത്തത് ആരാ? കർത്താവാ വില കൊടുത്തത്. അങ്ങനെയെങ്കിൽ കൃപാവരങ്ങളുടെ പേരിൽ
അഹങ്കരിക്കാനായിട്ടോ അതിൻ്റെ പേരിൽ പുകഴാനായിട്ടോ അതിൻ്റെ പേരിൽ പ്രശംസിക്കാനായിട്ടോ കൃപാവരങ്ങളിൽ മറ്റുള്ളവരെ താഴ്ത്തി കാണാനായിട്ടോ എനിക്ക് അവകാശമില്ല. ഇന്ന് പലപ്പോഴും സഭയുടെ ഐക്യതയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു പരിധിവരെ ചിലപ്പോൾ കൃപാവരങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. കർത്താവ് എന്തിനാ കൃപാവരം തന്നേ നമ്മൾ താഴെ പറയാം, ഐക്യതയ്ക്ക് വേണ്ടി തന്നതാ കൃപാവരം. പക്ഷെ അതിന്ന് ഭിന്നതയ്ക്ക് കാരണമായി തീരുകയാണ് പലപ്പോഴും. എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് കഴിയാതെ ചിലർ വലിയവരും ചിലർ ചെറിയവരുമാകാനായിട്ട് കൃപാവരങ്ങൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? വില കൊടുത്തത് ആരാ നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഏതാണ്ട് നമ്മൾ നേടിയെടുത്തതെന്ന അല്ല, കർത്താവ് നമുക്ക് തന്നതാണ്. കർത്താവാണ് വില കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അഹങ്കരിക്കാനായിട്ട് പാടില്ല. രണ്ടാമത്, ഇത് നമുക്ക് തരാനായിട്ട് കർത്താവ് എന്താ ചെയ്തത്? മുകളിലേക്ക് കയറുകയാണോ താഴേക്ക് ഇറങ്ങുകയാണോ ചെയ്തത്? താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് കിട്ടിയിട്ടുള്ള നമ്മളും എന്ത് ചെയ്യാൻ തയ്യാറാകണം? താഴേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാകണം. ഇന്ന് പലപ്പോഴും കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന സ്റ്റൈലാണ് നമ്മൾ കാണുന്നത്. താഴെ ഇറങ്ങാൻ പലർക്കും മടിയാണ്. അവർ സ്റ്റേജിലും സിംഹാസനത്തിലും കസേരയിലും ഒക്കെ അവരിരിക്കത്തുള്ളൂ, അവർ താഴേക്ക് ഇറങ്ങത്തില്ല. പക്ഷെ കർത്താവ് നിനക്കത് കിട്ടാനായിട്ട് എന്താ ചെയ്തത്? അവൻ താഴേക്ക് ഇറങ്ങി. എന്തുമാത്രം താഴേക്ക്? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി. നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, നിലത്ത് വയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇതൊരിക്കലും സംഭവിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് അതാ അവിടെ പറഞ്ഞ കൃപാവരങ്ങളിൽ വൈവിധ്യമുള്ളപ്പോഴും ഇത് ഐക്യതയിലേക്ക് നയിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവിതാണ്. ഇതിന് തന്നത് ക്രിസ്തുവാണെന്നും തരാനായിട്ട് അവൻ വില കൊടുത്തിട്ടുണ്ടെന്നും ആ വില അവൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളതാണെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ അറിവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ ഒരിക്കലും അഹങ്കരിക്കുവാനോ നിഗളിക്കുവാനോ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുവാനോ ഉപയോഗിക്കാതെ, നമ്മുടെ സ്വയപ്രശംസയ്ക്ക് ഉപയോഗിക്കാതെ, അതുപയോഗിച്ച് മറ്റുള്ളവരുടെ മേൽ വലിയ ആളാകാനായിട്ട് ശ്രമിക്കാതെ ആ താഴ്മയുടെ ക്രിസ്തീയ മാതൃക പിൻപറ്റാനായിട്ട് അപ്പോഴേ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവ് നമുക്ക് കൃപാവരങ്ങളെ തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, കൃപാവരങ്ങളില്ലാത്ത ആരും സഭയ്ക്കകത്തില്ല. പക്ഷെ അത് മറക്കരുത്, അത് നമുക്ക് തന്നത് കർത്താവാണ്. അതിനായിട്ട് അവൻ ഈ ഭൂമിയുടെ താഴ്ന്ന ഭാഗങ്ങളിലേക്ക്, അധോഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി. അഹങ്കരിക്കരുത്, മറ്റുള്ളവരെ വിധിക്കരുത്. ദൈവനാമഹത്വത്തിനായി, സഭയുടെ ഐക്യതയ്ക്കായി നമ്മൾ താഴേക്ക് വരുമ്പോൾ പഠിക്കും. കൃപാവരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾക്കായിട്ട് സ്തോത്രം. അത് ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ടാണ്. ഞങ്ങളുടെ പ്രാണപ്രിയനായിട്ടുള്ള കർത്താവ് അവൻ എത്രമാത്രം താഴേക്കിറങ്ങി എന്നവിടുത്തെ വചനങ്ങൾ ചിന്തിച്ചു. കർത്താവെ, ആ കൃപാവരങ്ങൾ ലഭിച്ചിരിക്കുന്ന ഞങ്ങളും അത് കർത്താവ് വില കൊടുത്ത് ഞങ്ങൾക്ക് തന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഞങ്ങളെ തന്നെ താഴ്ത്തി ആ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.